പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എന്ന് കരുതുന്നു. ഇരുണ്ട മുറിക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ജന്മങ്ങളായി കഴിയുന്ന ചില സ്ത്രീകളുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ മനോഹരമായി മുന്നോട്ട് പോകും. അതിനുശേഷം ചെയ്യുന്നതെല്ലാം കുറ്റങ്ങളും കുറവുകളും ഒക്കെ ആയിട്ട് എന്തു പറഞ്ഞാലും ശാസനകളും ബലപ്രയോഗങ്ങളും അടിയും പിടിയും ഒക്കെയായി എല്ലാ സൗഭാഗ്യങ്ങളും ത്യജിച്ച് വീടിൻ്റെ ഉമ്മറപ്പടികളുടെ ചുമരിൽ തേഞ്ഞു തീരുന്ന ചില ജന്മങ്ങൾ, സ്ത്രീകൾ. പാവം, ചിലരുടെ അവസ്ഥകൾ കേട്ടാൽ നമുക്ക് വിഷമം തോന്നും. കാരണം അവർ ചെയ്യുന്ന എല്ലാം കുറ്റം. ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്നത് കുറ്റം, വീടിൻ്റെ പുറത്തിറങ്ങുന്നത് കുറ്റം, മറ്റുള്ളവരെ സംസാരിക്കുന്ന കുറ്റം, അങ്ങനെ എല്ലാം കുറ്റങ്ങളായിട്ട് എന്നാൽ വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്ത് കുട്ടികളെ നോക്കി അവരുടെയൊക്കെ ഒരു അവസ്ഥ. അവർക്കും ഇല്ല ജീവിതം, അവരും മജ്ജയും മാംസമുള്ള ഒരാൾക്കാരല്ലേ എന്ന് പലപ്പോഴെങ്കിലും ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഒരു ചോദ്യം എനിക്ക് എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു അറിവ് വെച്ച്, അവൻ്റെ ഒരു അവസ്ഥ വെച്ച്, ഒരാളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളങ്ങനെ ആണുങ്ങൾ അത്രയും അധപ്പതിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സ്ത്രീ എന്ന് പറയുന്നത് ഒരടിമയല്ല. അവൾക്ക് അവകാശങ്ങളുണ്ട്. അവൾക്ക് അവളുടേതായ രീതിയിൽ ജീവിക്കാനുള്ള മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല? ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ ഭാര്യ നമ്മുടെ അടിമയാണെന്ന് ചിന്തിക്കുന്ന ചില സമൂഹമുണ്ട്, ചില മനുഷ്യരുണ്ട്. അത് തെറ്റാ. എന്നാൽ നമ്മൾ പറയുന്ന അനുസരിക്കുന്നവളാണ് ഭാര്യ, ഓക്കെ. പക്ഷേ അവരെയും കൂടെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനും വിവാഹിതനാണ്. കാരണം ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്. പക്ഷേ എന്നാൽ നമ്മുടെ ആ ഒരു സ്നേഹത്തിലാണ് നമ്മുടെ ആ ഒരു പിരിമുറുക്കങ്ങളും ആ ഒരു സംശയങ്ങളും എല്ലാം മാറി നമ്മളൊരു നല്ലൊരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശരിയല്ലേ? അതുകൊണ്ട് അങ്ങനെ വളരെ അവരെ മാനസികമായിട്ട് പിരിമുറുക്കാതെ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അവരോട് നമ്മൾ ഒരു ഗിവ് ആൻഡ് ടേക്ക്, നമ്മൾ എന്ത് കൊടുക്കുന്നതാണ് തിരിച്ചു കിട്ടുന്നത്. ശരിയല്ലേ? എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകാൻ ചില ചുമരുകൾക്കുള്ളിൽ അവരുടെ തേങ്ങുന്ന ശബ്ദങ്ങൾ, അവരുടെ കരയുന്ന കണ്ണുനീര്. കുട്ടികൾ സ്കൂളിൽ പോകും, ഭർത്താവ് ജോലിക്ക് പോകും, പിന്നെ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി കട്ടിൽ ജോലികളെല്ലാം കഴിഞ്ഞിരുന്ന് അവർ ചിലപ്പം ഒരുപക്ഷെ കണ്ണീർ വാർക്കുകയായിരിക്കും. വളരെ വിഷമം തോന്നും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെ നമ്മുടെ ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് നല്ലൊരു ദാമ്പത്യ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഉപസംഹരിക്കുന്നു. താങ്ക് യു സോ മച്ച്.